Good morning, students. ഇന്നിപ്പോൾ ബിസിനസ് എൻവയൺമെൻറ്റ് രണ്ടാമത്തെ ബിസിനസ് +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ ബിസിനസ് എൻവയൺമെൻ്റ് ആണ്. വാട്ട് ഈസ് ബിസിനസ് എൻവയൺമെൻറ്റ്? ബിസിനസ് എൻവയൺമെൻറ്റ് മീൻസ് the surroundings of the business that is to be considered. Environment study, it's a new concept. In older times, there is always be only a business and its external and internal factors that is to be considered. Now that is to be changed. The business environment, the business situations, the surroundings of the business, which is also be considered and is to be studied. And in business environment, we have to, what are the dimensions of a business environment? ഇതിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ. Dimensions of a business environment. That is the dimensions. First one is the economic environment. Second one is social environment. Third one is technological environment, political environment, and also legal environment. There are 5 dimensions. It's important question. First one is economic environment. Economic environment means the economic stability, economic existence, the financial stability of a nation can also affect the business organization. മാത്രമേ മതി. എക്കണോമിക് എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് നമ്മുടെ ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിരിക്കണം. മനസ്സിലാവണം. നമുക്കറിയാം ഗവൺമെൻറ് പുതിയ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവരാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദർ ഈസ് ആൾവേസ് ബി എ ചേഞ്ചസ് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് അതർ തിങ്സ് ദാറ്റ് ഈസ് ആൾസോ ബി കൺസിഡേർഡ് ബൈ ദ ബിസിനസ് മാൻ വൈൽ സ്റ്റാർട്ടിങ് എ ബിസിനസ്. Second one is that social environment. That is the traditions, customs, and age group, etc. can also be studied by the organizations. ഫോർ എക്സാമ്പിൾ പറയാം, നമ്മുടെ പ്രൊഡക്റ്റ് ആർക്ക് വേണ്ടിയുള്ളത്, യുവതലമുറയ്ക്കുള്ളതാണെങ്കിൽ അവരെന്തുമാത്രമുണ്ട്. പിന്നെ ആളുകളുടെ കസ്റ്റം എന്താണ്, അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഗ്രൂപ്പുകൾ, അതായത് ഏജ് ഗ്രൂപ്പ്, ഇതെല്ലാവരും നമ്മൾ കൺസിഡർ ചെയ്യണം. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ക്യാരക്ടർ, ദെയർ ബിഹേവിയർ ടുവേഴ്സ് അവർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ക്യാൻ ആൾസോ ബി കൺസിഡേർഡ്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ, നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ അത് ഏത് ഏജ് ഗ്രൂപ്പിനുള്ളതാണ്, ഏത് രീതിയിലുള്ളതാണ്, ആർക്ക് വേണ്ടിയുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യേണ്ടതായിട്ട് വരും. ദാറ്റ് ഇസ് കോൾഡ് എ സോഷ്യൽ എൻവയൺമെൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ഇസ് എ ടെക്നോളജിക്കൽ എൻവയൺമെൻറ്റ്. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നൗ ഡേയ്സ് ടെക്നോളജി ഈസ് ആൾവേസ് ബി ചേഞ്ച്ഡ്. According to the changes in the technology, we have to make a changes in our business. That is also very important. Up to date, our business is always which is to be formulated to make for molding a up to date changes. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ എപ്പോഴും മാറ്റം വരുത്താവുന്നതായിരിക്കും. കാരണം ടെക്നോളജിക്കൽ ചേഞ്ചസ് എപ്പോഴും വരാം. ഇന്ന് കാരണം ടെക്നോളജി അല്ല നാളെ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് മാറ്റം വരാവുന്ന രീതിയിലുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരിക്കണം. ആ ടെക്നോളജിക്കൽ എൻവയൺമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം വൈൽ സ്റ്റാർട്ടിങ് എ ബിസിനസ്. നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് എ പൊളിറ്റിക്കൽ എൻവയൺമെൻറ്റ്. Political stability is also very important for the business organizations and also a peaceful atmosphere. എപ്പോഴും മാറി വരുന്ന ഗവൺമെൻറ്റിൽ ഒരു വർഷം കഴിയുമ്പോൾ മാറും, അടുത്ത വർഷം മാറും. അപ്പോൾ ദർ ഈസ് ആൾവേസ് വേ ചേഞ്ചസ് ഇൻ ദെയർ എക്കണോമിക് ആൻഡ് അതർ പോളിസീസ്. അവരുടെ നയങ്ങൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നയങ്ങൾ എന്താണ്, ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പാർട്ടിയാണ്, ഒരു BJP ഗവൺമെൻറ്, അവിടെ നയങ്ങളിൽ വ്യത്യാസമുണ്ട്. ആ നയങ്ങൾക്ക് മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷൻ്റെ നയങ്ങൾക്ക് നമ്മൾ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വളരെ, ഒരു ഗവൺമെൻറ് 5 വർഷം നിൽക്കുന്നതാണ്, 10 വർഷം നിൽക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം BJP ഗവൺമെൻറ് 15ാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഭരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി അവിടെ വന്നു. അവരുടെ നയങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ നയങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരുന്നില്ല. ആ മുമ്പ് എത്രയാണോ ഫോളോ ചെയ്യുന്നത് അതുപോലെ തന്നെ അത് തന്നെ ഇപ്പോൾ ഫോളോ ചെയ്യുക. അതേസമയം എപ്പോഴും മാറി വരുന്ന ഗവൺമെൻറ് വരുമ്പോൾ രാജ്യത്തെ ഒരു സമാധാന അന്തരീക്ഷത്തിന് പ്രശ്നം വരാം. അപ്പോൾ ആ പൊളിറ്റിക്കൽ എൻവയൺമെൻറ്റ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ലീഗൽ എൻവയൺമെൻറ്റ്. ദാറ്റ് ഈസ് legal environment means it is also affected various the rules and regulations which are to be changed by the government. According to changes in the government, there is always changes in the rules and regulations, but there is always be a stability in the legal affairs which can also affect the business organization. നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾ എപ്പോഴും മാറാണ്, ഗവൺമെൻറ് മാറുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റം വരുത്തുക. അപ്പോൾ അങ്ങനെ മാറ്റം ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓർഗനൈസേഷനും ആ ലീഗലായിട്ടുള്ള എൻവയൺമെൻറ്റ് ഉണ്ടായിരിക്കും. ആ ലീഗൽ എൻവയൺമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ് എൻവയൺമെൻറ്റ്. അതിന് ഡയമെൻഷൻസ് ഇക്കണോമിക് എൻവയൺമെൻറ്റ്, സോഷ്യൽ എൻവയൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയൺമെൻറ്റ്, ലീഗൽ എൻവയൺമെൻറ്റ് ആൻഡ് ആൾസോ ടെക്നോളജിക്കൽ എൻവയൺമെൻറ്റ്.
ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് ദാറ്റ് ഈസ് ആൾവേസ് ദ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് എ ഗവൺമെൻറ്. ദ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് എ ഗവൺമെൻറ് വിച്ച് ആർ ആൾവേസ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1991 ബൈ മൻമോഹൻ സിംഗ്. ഹി ഈസ് ദ ഫിനാൻസ് മിനിസ്റ്റർ. സച്ച് എ സിറ്റുവേഷൻ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ദാറ്റ് ഈസ് ടു ബി അഡ്രൈസ്ഡ്. ദാറ്റ് ഈസ് ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ് 3.1 ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് LPG എന്ന് പറയും. LPG എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് അല്ല, അത് ഓർത്തിരിക്കുക. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ആൾസോ ഗ്ലോബലൈസേഷൻ. സാധാരണ ചോദിക്കുന്നത് എന്താണ് LPG? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. വാട്ട് ഈസ് എ ലിബറലൈസേഷൻ? Liberalization means in order to, that is the various restrictions, rules and other things which are to be minimized in order to start a business. Liberalization policy that is to be introduced by the government as a result of a new industrial policy. Various unnecessary restrictions, obstacles that is to be avoided. As a result of that, there is a smooth way that is to be open to the businessman to start the business. That is called a liberalization. ലിബറലൈസ് ചെയ്യുക. പണ്ട് ബിസിനസ് തുടങ്ങി ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരുന്നു, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നു, തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മാറ്റിയിട്ട് അവർക്ക് സ്മൂത്തായ രീതിയിൽ ബിസിനസ് ആരംഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. അത് ഇൻഡസ്ട്രിയൽ പോളിസി അടിസ്ഥാനത്തിൽ വന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് എ പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ മീൻസ് for the economic development of a country, the contributions of private sector is also very important. That is, private individuals can also give an opportunity to start a business. അതായത് പണ്ട് നമ്മുടെ രാജ്യത്തെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എപ്പോഴും പബ്ലിക്കായിരുന്നു. പബ്ലിക്കിനാണ് ഇമ്പോർട്ടൻസ്, ഗവൺമെൻറ്റിലെ സെക്ഷൻ മാത്രമാണ്. പ്ലസ് ഗവൺമെൻറ് സെക്ഷൻ മാത്രമല്ല, സ്വകാര്യ വ്യക്തികൾക്കും അവരുടേതായ രീതിയിൽ കോൺട്രിബ്യൂഷൻസ് നടത്താനും ബിസിനസ് ആരംഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് എ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ഈസ് ടു ബി ഗിവൻ ടു ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഫോർ ദ സ്മൂത്ത് growth and development of our nation. Next one is that globalization. Globalization means as a result of the liberalization and privatizations, this whole world into a one market. That is called a globalization. വിദേശ രാജ്യങ്ങളിലുള്ള ബിസിനസ് സംരംഭങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് വരുവാനും നമ്മുടെ രാജ്യത്തുള്ള സംരംഭങ്ങൾക്ക് വിദേശത്ത് പോയി ബിസിനസ് തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. ദാറ്റ് ഈസ് ഹോൾ വേൾഡ് ഇൻ ടു എ വൺ മാർക്കറ്റ്. ദാറ്റ് ഈസ് കോൾഡ് എ ഗ്ലോബലൈസേഷൻ. ഇതാണ് LPG എന്ന് പറയുന്നത്. ഷോർട്ട് ക്വസ്റ്റൻ ആണ്, പഠിക്കുക. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ അതേ ക്വസ്റ്റ്യൻ ഇല്ല. നെക്സ്റ്റ് പ്ലാനിങ് ആണ്. പ്ലാനിങ് മീൻസ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ദി മാനേജ്മെൻറ്റ്. What is to be done, when it is to be done, how it is to be done, who is to be done. That is to be decided in advance. Planning means decide in advance what is to be done, when it is to be done, how it is to be done, who is to be done. That is planning. പ്ലാനിങ് ചാപ്റ്ററിൽ ചോദിക്കാവുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്ങിൽ വരുന്നതാണ്. ദർ ആർ 7 ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നാമത്തെയാണ് പ്ലാനിങ് ലീഡ്സ് ടു എ റിജിഡിറ്റി. There is always a rigidity. What is to be decided in advance, that is only carried out. No other things that is to be considered. എന്താണോ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. അതിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, അപ്പുറത്തേക്ക് ചെയ്യാനും പാടില്ല. ദാറ്റ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. ഇസ് ആൾവേസ് ബി എ റിജിഡിറ്റി. ലീഡ്സ് ടു റിജിഡിറ്റി. തീരുമാനിച്ചത് മാത്രം ചെയ്യുക, അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാനോ പാടില്ല. അടുത്ത പ്ലാനിങ് may not work in dynamic environment. That is also very important. Planning may not be work in a dynamic environment. That means we have to, what is to be done, that is to be decided in advance. We have to work only that things. But we can see that there is always be changes in the environment. According to changes in the environment, we have to make a changes in our organization. Then only we have to attain our objectives. But in planning situations, we cannot be done. പ്ലാനിങ് തീരുമാനിച്ച പോലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡൈനാമിക് എൻവയോൺമെൻറ്റ് എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കാം. എപ്പോഴും ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് ചേഞ്ചസ്, എക്കണോമിക് ചേഞ്ചസ്, ദാറ്റ് ഈസ് ആൾവേസ് ബി അറൈസ്ഡ് ഇൻ ദ എൻവയോൺമെൻറ്റിൽ എപ്പോഴും മാറ്റങ്ങൾ വരും. പക്ഷേ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷൻ മാറ്റങ്ങൾ വരുത്തിയാലും നമുക്ക് ലക്ഷ്യം നേടാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്ലാനിങ്ങിൽ തീരുമാനിച്ചു വെച്ചത് മാത്രം ചെയ്യുക. മൂന്നാമത്തെ പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. ദാറ്റ് മീൻസ് ക്രിയേറ്റിവിറ്റി മീൻസ് whenever a sudden situation is to be arised, a manager is to take an action according to his own ability, his own initiative,
and his own ability that is to be utilized for creating. The creativity of a manager cannot be considered in planning. പ്ലാനിങ്ങിൽ എപ്പോഴും നമുക്ക് പ്ലാൻ ചെയ്തതെന്ന് മാത്രം ചെയ്യാൻ പാടുള്ളൂ. ഒരു സഡൻ സിറ്റുവേഷൻ ഉണ്ടായാൽ അതെങ്ങനെ ഓവർകം ചെയ്യുന്നത് ഒരു മാനേജർക്ക് തീരുമാനിച്ച് ചെയ്യാനുള്ള അയാളുടെ ഇനീഷ്യേറ്റീവ്, അയാളുടെ ക്രിയേറ്റിവിറ്റി ഒരിക്കൽ പോലും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് ഹി വാസ് ടു വർക്ക് ഓൺലി ആസ് പെർ ദി പ്ലാൻ. Next one is planning involve a huge cost. Planning is not a simple process. It's a continuous process. And for this forecasting and a collection of data, various other steps that are to be involved in a planning. It is always be a huge cost. Finance is to be required. Only large scale organizations are able to carry out a planning. Small scale organizations cannot be afford this expense. Therefore, it is a huge expensive one. It is a high expensive one. Planning എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു സിമ്പിൾ പ്രോസസ് അല്ല. ഇറ്റ്സ് എ ഹ്യൂജ് പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ പല സ്റ്റെപ്പുകളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് എ ഫോർകാസ്റ്റിംഗ് ആണ്. ആ ഫോർകാസ്റ്റിംഗ് നടത്തുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺ ദി ബേസ് ഓഫ് ഇറ്റ് ഡാറ്റ ഈസ് ടു ബി കളക്റ്റഡ് ആൻഡ് ഡാറ്റ ഈസ് ടു ബി അനലൈസ്ഡ് ആൻഡ് ഓൺ ദിസ് ബേസ് ഡിസിഷൻ ഈസ് ടു ബി ടേക്കൺ. ഓൺ ദിസ് ബേസ് പ്ലാനിങ് ഈസ് ടു ബി ഡൺ. അപ്പോൾ ഫോർകാസ്റ്റിനുള്ള ഡാറ്റ കളക്ട് ചെയ്തു, അനലൈസ് ചെയ്തു, സ്റ്റഡി ചെയ്തു, തീരുമാനം എടുത്തു. അപ്പോൾ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, സിമ്പിൾ പ്രോസസ് അല്ല. ഇതിന് ഒരുപാട് പൈസ ആവശ്യമാണ്. ഈ പൈസ എന്ന് പറയുന്നത് എടുക്കുക എന്ന് പറയുന്നത് വലിയ വലിയ ഓർഗനൈസേഷൻ മാത്രമേ സാധിക്കുകയുള്ളൂ, ചെറിയ ഓർഗനൈസേഷൻ സാധിക്കുകയില്ല. നെക്സ്റ്റ് പ്ലാനിങ്, ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് ആണ്. ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് എ സ്റ്റെപ്പ്, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ, അനലൈസേഷൻ ഓഫ് ഡാറ്റ, ടാബുലേഷൻ ഓഫ് ഡാറ്റ ആൻഡ് അതർ തിങ്സ് ആർ ടു ബി ഇൻക്ലൂഡ്. ഇറ്റ് ഈസ് ആൾസോ എ ഹൈലി എക്സ്പെൻസീവ് വൺ. അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഈസ് എ time consuming one. If it is properly done, then only we can get a better result. Otherwise it is a worse. നമ്മളിത് പറഞ്ഞ പോലെ തന്നെ പ്രോസസ് അനുസരിച്ച് ചെയ്തില്ല എങ്കിൽ ഇത് എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. അതുപോലെ ചെയ്തില്ല എങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല, നമ്മൾ ചെയ്തതെല്ലാം ഫലമില്ലാതെ ആയിപ്പോവും. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? പൈസയും വേണം, അറ്റ് ദ സെയിം ടൈം സമയവും നമുക്ക് ആവശ്യമാണ്. നെക്സ്റ്റ് ആണ് പ്ലാനിങ് ഡസ് നോട്ട് എ ഗ്യാരണ്ടി സക്സസ്. പ്ലാനിങ് ചെയ്തു എന്ന് വിചാരിച്ച് അതേപോലെ വന്നൊന്നുമില്ല, മനസ്സിലാവണ്ടോ? അത് പ്ലാനിങ്, എൻ്റെ ഓർഗനൈസ് പ്ലാനിങ് അതുകൊണ്ട് ഞങ്ങൾ വിജയിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ഉണ്ട്. ദറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഇൻ ദ എൻവയൺമെൻറ്റ് വി ഹാവ് ടു മേക്ക് എ നെസസറി ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷൻ. ബട്ട് ഇൻ പ്ലാനിങ് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അല്ലേ? പ്ലാനിങ്ങിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ് തീരുമാനിച്ചു വെച്ചത് എന്താണോ അതനുസരിച്ച് ചെയ്യുക. അതിനപ്പുറത്ത് ഓർഗനൈസേഷനിൽ പെട്ടെന്ന് സഡൻ ചേഞ്ചസ് ഉണ്ടായിരിക്കും, സോഷ്യൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും, ഇക്കണോമിക് ചേഞ്ചസ് ഉണ്ടായിരിക്കാം, പൊളിറ്റിക്കൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഇതനുസരിച്ച് ഓർഗനൈസേഷൻ മാറ്റം വരുത്താവുന്ന ഒരു സാഹചര്യം പ്ലാനിങ്ങിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എപ്പോഴും പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനം നമ്മൾ വിജയിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് ആണ് ലാക്ക് ഓഫ് ആക്യുറസി. ദാറ്റ് മീൻസ് പ്ലാനിങ് ഈസ് ആൾവേസ് ബി ഡൺ ഓൺ ദി ബേസ് ഓഫ് എ പാസ്റ്റ് ഡാറ്റ. പാസ്റ്റ് ഡാറ്റ സംടൈം ഇറ്റ് ഈസ് നോട്ട് എ കറക്റ്റ് വൺ. അതൊരിക്കലും ഒരു ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാം. എപ്പോഴും ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്. ആ ഫോർകാസ്റ്റിംഗ് നടത്തുന്ന വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അവർ തരുന്ന ഡാറ്റാസ് എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് തെറ്റാവാനുള്ള അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് നമുക്കറിയാം. ഫൗണ്ടേഷൻ ശരിയായാൽ മാത്രമേ ഒരു ബിൽഡിംഗ് നിലനിൽക്കുകയുള്ളൂ. ഫൗണ്ടേഷൻ എന്ന് പറയുന്നതാണ് പ്ലാനിങ്. ആ പ്ലാനിങ് ഫൗണ്ടേഷൻ നടത്തുമ്പോൾ ഒരുപാട് ആലോചിച്ച് ചെയ്യണം. ആലോചിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡാറ്റ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആക്യുറേറ്റ് ആയിരിക്കണം. പക്ഷേ ആക്യുറേറ്റ് ആവാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഇത്രയാണ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് നമുക്കറിയാം ഓർഗനൈസിംഗ് എന്ന് പറയും. ഇറ്റ് ഈസ് ആൾവേസ് ബി വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് മീൻ ബൈ ഓർഗനൈസിംഗ്? ഓർഗനൈസിംഗ് മീൻസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഫോർ അറ്റൈനിങ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. It is a important function of the management, and this function is the process of grouping and identifying the activities that is to be required for the attainment of the organizational objectives. അതിൽ വരുന്നതാണ് നമുക്കറിയാം. അതിൽ വരുന്ന വേറൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് ദാറ്റ് ഇസ് എ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. ഷോർട്ട് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്? സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് മീൻസ് ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി മാനേജ്ഡ് ബൈ എ സുപ്പീരിയർ. That is the number of subordinates that can be managed by a superior. That is called a span of management. ഇനി അതിൽ വരുന്നതാണ് ദാറ്റ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ദാറ്റ് ഈസ് formal organization and informal organization. Formal organization means as per the hierarchy levels, hierarchy levels, the organization that is to be formed. ഒരു ഹൈറാർക്കി ലെവലിൽ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ, അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത് നോട്ട് ഓൺ ദി ബേസ് ഓഫ് ദി ഹൈറാർക്കി ലെവൽ. ദർ ഈസ് ആൾവേസ് ബി എ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ടു ബി എക്സിസ്റ്റഡ് ദാറ്റ് ഈസ് ടു ബി റിക്വയർഡ് ഫോർ ദി സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ആൻ ഓർഗനൈസേഷൻ.
അതായത് ഫോർമൽ ഓർഗനൈസേഷൻ ഇപ്പം നമ്മൾ ചാർട്ട് ഉണ്ട്, നമ്മൾ തീരുമാനിച്ച് വെച്ചിട്ട് ഇന്ന രീതിയിലേ ഓർഗനൈസേഷൻ പാടുള്ളൂ, അത് രീതിയിൽ മാത്രമേ പാടുള്ളൂ, ആ രീതിയിൽ മാത്രമാണ് രൂപീകരണം ഉണ്ടാവുക, ആ രീതിയിൽ മാത്രമേ ഉണ്ടാവുന്നതിന് ഫോർമലായിട്ട്. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് തീരുമാനിച്ച് വെച്ചിരിക്കുന്ന പ്രകാരമല്ലാത്ത രീതിയിൽ സുപ്പീരിയറും സബോർഡിനേറ്റും നമ്മൾ ബന്ധങ്ങളുണ്ടാവും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഗനൈസേഷൻ രൂപീകരിക്കാം. അതിനെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അതിൽ വരുന്നതാണ് delegation of authority. That is very important. അതിന് എസ് ചോദിക്കാറുണ്ട്. Delegation of authority means the transfer of authority from superior to subordinate. Delegation means the transfer of authority from superior to subordinate. That is also very important. And what are the elements of a delegations? Elements of delegation എന്ന് പറയുന്നതാണ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് accountability. These are the elements of a delegation. That is very important. Authority refers to the right of an individual to give orders and instructions to the subordinate. Authority means the right of an individual here means manager, to give orders and instructions to subordinate to attain the organizational objectives. That is called authority. The responsibility means it is on the part of the subordinate to follow the orders and instructions which are given by the superiors and to work in a proper way and to attain the organizational objectives. Responsibility means the responsibility of a subordinate to perform the work as per the orders or instructions which are given by the superior. Accountability means there is always be a contributions that is on the part of the subordinates, that is on the part of the subordinates, their final outcome, their output, their contribution of output or outcome to the attainment of to the organizational objectives. Accountability means there is their effort to attain the organizational objectives. എൻ്റെ ഇഫർട്ട് എന്ത് മാത്രമുണ്ട്, എനിക്ക് തന്നിരിക്കുന്ന ഓഡിയൻസിന് ഞാൻ ചെയ്തോ, അതനുസരിച്ച് ഞാൻ വർക്ക് ചെയ്തോ, എന്തിനു വേണ്ടി, ഓർഗനൈസേഷനിൽ ലക്ഷ്യങ്ങൾ നേടാൻ എൻ്റെ ഭാഗത്തുനിന്ന് കോൺട്രിബ്യൂഷൻസ് ഭംഗിയായിട്ടുണ്ടോ എന്നുള്ളത്, അതൊരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് എ ഡെലഗേഷൻ ഓഫ് അതോറിറ്റി. ഓക്കെ, താങ്ക് യു.